ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള PC ടോക്സ്. സോ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണല്ലേ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം. ഈ കഴിഞ്ഞ LDCക്ക് ശേഷം ഇനി വരാൻ പോകുന്ന 10th ലെവൽ എക്സാമാണ് ASM അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ PSCയിൽ ആദ്യം എഴുതുന്നത് WCPOയുടെ എക്സാം ആയിരുന്നു. ഓക്കെ, 2 വർഷം മുന്നത്തെ ഫസ്റ്റ് എക്സാമാണ് എൻ്റെ WCPO. അപ്പോൾ അതിൽ എനിക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറി പറഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചതാണ്, എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്, എങ്ങനെ മാർക്ക് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയത് എങ്ങനെയായിരുന്നെന്ന് ഒരുപാട് പേര് പേഴ്സണലായിട്ടും ടെലിഗ്രാമിലും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു മറുപടി ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളും ഷെയർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം PSC ഒരു ട്രെൻഡാണ് ഇപ്പോൾ SCRT NCRT ചാപ്റ്റേഴ്സൊക്കെ. PSC ഓരോ വർഷം നമ്മുടെ ക്വസ്റ്റ്യൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മളും ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് LDC എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. ഡിഗ്രീൻ്റെ എക്സാം ഇന്നും LDC എക്സാം നാളെ, അങ്ങനെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ സമയത്തും എനിക്ക് LDCക്ക് നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച അത്ര, അതായത് ഡിഗ്രിയും PSCയും മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു തിരക്കിനിടയിലും ഞാൻ PSC എത്രത്തോളം എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ WCPയുടെ സമയത്ത് ഞാൻ SCRTക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, SCRT പിന്നെ NCRTന്ന് സെലക്റ്റഡ് ആയിട്ട് കുറച്ചുള്ള ചാപ്റ്റേഴ്സ് അതൊക്കെ പഠിക്കാൻ നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഫോളോ ചെയ്ത ഒരു സ്റ്റഡി പ്ലാന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. കുറേ വീട്ടമ്മമാരും ജോലിക്ക് പോകുന്ന കാൻഡിഡേറ്റ്സൊക്കെയാണ് എൻ്റെ ഒരു ഫോളോവേഴ്സിൽ ഒരു 75% എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, എങ്ങനെയാണ് വീട്ടിലിരുന്നിട്ട്. ഞാനും വീട്ടിലിരിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഡിഗ്രിയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ PSCയും നോക്കുന്നുണ്ട്, പിന്നെ ഈ വീഡിയോയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുവന്നത്. ഈ ഒരു PSCയുടെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ മാറണമല്ലോ. WCPക്ക് എനിക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടാണല്ലോ. അപ്പോൾ ആ ഒരു മെത്തേഡിന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഒരു ടെലിഗ്രാം ചാനലായിരുന്നു. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് അപ്ഗ്രേഡ് PSC എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ഓരോ യൂട്യൂബ് ചാനലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാറില്ല. കാരണം എനിക്ക് 100% ആയിട്ടുള്ള ടെലിഗ്രാം ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ മാത്രമേ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഞാൻ ആകെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്സിന് മാത്രം നമ്മുടെ ട്രിക്ടേണിൻ്റെ ജെറിൻ സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. അതെനിക്ക് അത്രയും 100% ഷുവർ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ SCRT ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടെലിഗ്രാം ചാനലാണ് ഈ പറയുന്ന അപ്ഗ്രേഡ് PSC. ഈ ടെലിഗ്രാം ചാനൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചു വാരി എവിടെ നിന്നും കൊടുത്തിട്ടില്ല. കറക്റ്റായിട്ട് ഒരു ഓർഡർ ഉണ്ട്, കറക്റ്റായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ട് അവർക്ക്. അതായത് നമ്മൾ ഒരു ദിവസം പഠിക്കേണ്ട SCRT ചാപ്റ്റർ ഒരു 2 ചാപ്റ്റർ ആയിരിക്കും. ആ 2 ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ദിവസം ഇടുന്നത്. അതുപോലെ ഓരോ ദിവസവും ഇങ്ങനെ SCRT ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്താണ് പഠിക്കേണ്ടത്, ഓരോ ടോപ്പിക് വൈസും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിനുശേഷം ടോപ്പിക്സ് വൈസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, അങ്ങനെയായിരിക്കും ഇവരുടെ ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിനുശേഷം ടോപ്പിക് വൈസ് എന്ന് പറയുമ്പോൾ SCRTയിൽ നമുക്കറിയാം കറക്റ്റ് എന്താ പറയുക, SCRTയിൽ കറണ്ട് അഫയേഴ്സ്, ഭരണ സംവിധാനം, അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളെല്ലാം ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റിൽ നിന്ന് ഇൻക്ലൂഡ് ആണ്. ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് ഇവർ ഒരു മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനിവിടെ സൈഡിൽ കൊടുക്കാം, 75 SCRT ചാപ്റ്റർ വൈസ് എക്സാമും ബേസ്ഡ് ഓൺ ന്യൂ SCRT ടെസ്റ്റാണ് കേട്ടോ. പിന്നെ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് 22 ടോപ്പിക് വൈസ് എക്സാം സിലബസ് വൈസ് ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷ് ആൻഡ് മാത്സ് പ്രാക്ടീസ്, ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ടെലിഗ്രാം ചാനലാണ്. 100% ഞാൻ ഷുവറായിട്ട് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും എനിക്ക് ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു ബാച്ച് April 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരത്തെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. കാരണം താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് വീട്ടമ്മമാരാണെച്ചാലും ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികളാണെച്ചാലും അവർക്കൊക്കെ നല്ലോണം ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടെലിഗ്രാം ചാനലാണ്.
എനിക്ക് തോന്നുന്നു ഒരു 500 രൂപയാണ് നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്യാൻ ഫീ വരുന്നത്. അവരുടെ തന്നെ കോൺടാക്റ്റ് നമ്പർ ഇവിടെ താഴെ ഞാൻ കൊടുക്കാം. ഇതിൽ നിങ്ങൾ ക്യാഷ് അയച്ചിട്ട് സ്ക്രീൻഷോട്ട് ടെലിഗ്രാം തന്നെ അയക്കാം, എന്നിട്ട് അങ്ങനെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയും എന്താ പറയുക, SCRTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടെലിഗ്രാം ചാനലാണ്. ടെസ്റ്റ് സീരീസാണ്. നമുക്കറിയാം UPSCയുടെ ഒക്കെ ഒരു എന്താ പറയുക, അവർക്കൊക്കെ മാർക്കും അവർ റാങ്കിലെത്തണമൊക്കെ ഈ ടെസ്റ്റ് സീരീസ് ഡെയിലി ചെയ്യുന്നത് കൊണ്ടാണ്. ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് 2 ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എപ്പോൾ ആണെങ്കിലും ചെയ്യാം. കാരണം ഇപ്പോൾ ജോലിയുള്ളവർക്കാണെങ്കിൽ അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും. നമുക്ക് എന്താ പറയുക, എല്ലാ ചാപ്റ്ററും അവർ പ്രൊവൈഡ് ചെയ്യണ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ പഠിക്കുക. പിന്നെ പഠിക്കാനുള്ളത് അവർ തരും, അതനുസരിച്ച് പഠിക്കുക. പിന്നെ പഠിച്ചാൽ മാത്രം പോരാ, റിവിഷന് നന്നായി ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് ഇവർ നന്നായി കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. SCRTൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. PSCയുടെ ട്രെൻഡാണ് SCRT സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് സജസ്റ്റ് ചെയ്യണത്. നമുക്ക് ഇത്രയും കുറഞ്ഞ ഫീസിൽ എനിക്ക് തോന്നണില്ല വേറെ എവിടെ നിന്നും കിട്ടുന്നു. കാരണം ഞാൻ ഫോളോ ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഇട്ട സമയത്ത് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് തരികയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം എല്ലാ ടെസ്റ്റും ടോപ്പിക് വൈസ് ആയിട്ടുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ചാപ്റ്റർ വൈസും ടോപ്പിക്സ് വൈസും എല്ലാം കഴിഞ്ഞ് ടെസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കത് ചെയ്യണമെന്നില്ലല്ലോ. നമുക്ക് എപ്പോഴാണ് ടൈം ഉള്ളത് ആ സമയത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, 1 മുന്നേ തന്നെ, അതായത് ഏപ്രിൽ 1 ബാച്ച് ജോയിൻ തുടങ്ങണത്. അപ്പോൾ ആ 1 മുന്നേ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്യണം. അതുവഴി നമുക്കൊരു മികച്ച റാങ്കിലോട്ട് എത്തപ്പെടാനും നമുക്ക് പറ്റും. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 500 രൂപ കൊടുത്തിട്ട് ഈ ഒരു ഞാനിവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ അത്രയും 100% ഷുവറാണ്. ഇവരുടെ ടൈം ടേബിൾ ആയിരുന്നു ഞാൻ WCPAയ്ക്കും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ LDCക്കും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. SCRTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടെലിഗ്രാം ചാനൽ. അപ്പോൾ PSC മാറുമ്പോൾ ഇവരുടെ എന്താ പറയുക, ഒരു സ്റ്റഡി പ്ലാനും മാറുന്നുണ്ട്. അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. PSC ഓരോ വർഷവും നമ്മുടെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണോ മാറുന്നത് അതിനൊക്കെ PSC ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഓരോ ദിവസം 2 ചാപ്റ്റർ ആയിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവും, അതിനനുസരിച്ച് ടെസ്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളതും തരുന്നുണ്ട്. അവരൊരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നത് നമ്മളത് ഫോളോ ചെയ്താൽ മതി. അതിനനുസരിച്ച് പഠിച്ചു പോവുക. പിന്നെ റിവിഷനും നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ എക്കണോമിക്സ്, സയൻസ്, ഈ ഭരണഘടന അങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല പറയുന്നത്. ഈ ഒരു ടോപ്പിക്സിനൊക്കെ, ജോഗ്രഫി, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ, കേരള ഭരണം, സുപ്രധാന നിയമങ്ങൾ, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആയതുകൊണ്ട് നമ്മുടെ റാങ്ക് മുന്നിലോട്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും കുറേ പേര് എന്താ പറയുക, ആ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഓപ്ഷൻ അത് മാത്രം നോക്കിയിട്ടിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ടെസ്റ്റ് സീരീസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മുടെ 2023-24 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്തായാലും വർക്കൗട്ട് ചെയ്യണം. പിന്നെ ഇക്കഴിഞ്ഞ PSCയുടെ കഴിഞ്ഞ എക്സാംസ് ഉണ്ടല്ലോ, ഇപ്പോൾ 1 മാസം മുന്നത്തേക്ക് എക്സാംസ് ഒക്കെ ഉണ്ടാവും. ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അപ്പോഴാണ് PSCയുടെ ട്രെൻഡ് നമുക്ക് മനസ്സിലാവുള്ളൂ. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് PSC ചോദിക്കുന്നുണ്ട്. ചോദ്യകർത്താവ് നമ്മുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടാണ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യനെ നോക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ PSC നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാം എഴുതിയിട്ട് ഒരു പ്രാക്ടീസ് വരുമല്ലോ. ആ സമയത്ത് നമുക്ക് എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ ഡിലീഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ഓപ്ഷനും ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആൻസറിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. എൻ്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, എടുത്തെടുത്ത് ഞാൻ പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക തന്നെ വേണം. എപ്പോഴാണെന്ന് വെച്ചാലും
എന്താ പറയുക, ആ ഒരു PYQന് ഇമ്പോർട്ടൻസ് കൊടുത്തേ മതിയാവുള്ളൂ. അത് നമുക്ക് PSCയുടെ ഒപ്പം നമുക്കും പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ PSC മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ ബാക്കോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. 2017 തോന്നുന്നു ഈ പറഞ്ഞ ASM എക്സാമിലായിരുന്നു SCRTൻ്റെ ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ 2017 തൊട്ടിട്ട് PSC എത്രത്തോളം മാറിയെന്ന് 2023-24 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. PSC മാറുമ്പോൾ അതുപോലെ തന്നെ ഈ അപ്ഡേറ്റ് PSC എന്ന ടെലിഗ്രാം ചാനലിൽ അവരുടെ സ്റ്റഡി മെത്തേഡ്സും മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല യൂസ്ഫുള്ളാണ്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. ജോയിൻ ചെയ്യേണ്ട ടെലിഗ്രാം ചാനലിലെ ലിങ്കും കാര്യങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം. പിന്നെ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് PYQയുടെ ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പോൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് എക്സാം ഹോളിൽ നമുക്ക് 100% ഷുവറായിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. റിവിഷൻ മസ്റ്റാണ്. നമ്മളും ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതിനാൽ SCRT ഞാൻ ഇൻക്ലൂഡഡ് ആക്കിയിട്ടില്ല. അത് ഇൻക്ലൂഡഡ് ആക്കിയിട്ട് SCRT ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അത് ഇൻക്ലൂഡഡ് ആക്കിയിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഒരു ടൈം ടേബിൾ ചോദിച്ചതാണ്. എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ 100% ഷുവറായിട്ടുള്ള ഒരു ടൈം ടേബിളാണ് അപ്ഗ്രേഡ് PSCയുടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും അത് ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ടെലിഗ്രാം ചാനലിലും കൊടുക്കാവുന്നതാണ്. കഴിയുന്നവർ എന്തായാലും ഈ April 1 മുന്നേ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക്